തിരുവനന്തപുരത്ത് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന് ശില്പം ഒരുങ്ങുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ അബ്ദുൽ കലാം പാർക്കിലാണ് തിരുവനന്തപുരം നഗരസഭ കലാമിന്റെ ശില്പം ഒരുക്കുന്നത്. പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായുടെ കരവിരുതിലാണ് 10 അടി ഉയരത്തിൽ ചെറുപുഞ്ചിരി തൂക്കുന്ന ഇന്ത്യയുടെ മിസൈൽ മനുഷ്യന്റെ മെറ്റൽ ഗ്ലാസിൽ തീർക്കുന്ന ശില്പം ഒരുങ്ങുന്നത്. ശില്പം വിലയിരുത്താനായി തിരുവനന്തപുരം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേടയിൽ വിക്രമൻ, കൗൺസിലറായ അജിത് രവീന്ദ്രൻ എന്നിവർ കണ്ണൂർ പയ്യന്നൂരിലെ കാനായിൽ ഉണ്ണിയുടെ പണിപ്പുരയിലെത്തിയിരുന്നു. അവസാന മിനുക്കുപണികളിലേക്ക് എത്തിയ നിർമ്മാണം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിന് സമീപം ശ്രീനാരായണ ഗുരു വിശ്വസംസ്കാര ഭവൻ കോമ്പൗണ്ടിൽ വെച്ചാണ് പൂർത്തിയാക്കിയത്. തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയാണ് അബ്ദുൽ കലാമിൻ്റെ 10 അടി ഉയരമുള്ള ഈ മെറ്റൽ ഗ്ലാസ് ഇപ്പോൾ ഒരുക്കിയത്. കാനായിൽ എൻ്റെ പണിപ്പുരയിലാണ് ഇതിൻ്റെ ആദ്യ രൂപം ഒരുക്കിയത്. കളിമണ്ണിൽ തീർത്ത ഈ APJ അബ്ദുൽ കലാമിൻ്റെ ശില്പം പ്ലാസ്റ്റർ പാർസൽ മോൾഡെടുത്ത് മെറ്റൽ ഗ്ലാസ്സിലേക്ക് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ശില്പം തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ താഴെ വിശ്വസംസ്കാര വേദിയിലാണ് ഇത് പൂർത്തിയായി വരുന്നത്. 6 മാസം സമയത്താണ് ഈ ശില്പം ഒരുക്കിയിരിക്കുന്നത്. ഈ വരുന്ന മാസം ഈ ശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ഇതിൻ്റെ സംഘാടകർ. ഇതാദ്യമായല്ല ഉണ്ണിക്കാനായുടെ കരങ്ങളിൽ തീർത്ത ശില്പം ശ്രദ്ധ നേടുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളുടെയും നവോത്ഥാന നായകന്മാരുടെയും പ്രതിമകളിൽ പലതും ഉണ്ണിക്കാനായുടെ സൃഷ്ടിയാണ്. കൂടാതെ കഴിഞ്ഞ മാസം ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥാപിച്ച 5000 കിലോ വെങ്കലത്തിൽ തീർത്ത ഗരുഡ പ്രതിമയുടെയും വരും മാസം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവവെങ്കല പ്രതിമയുടെയും ശില്പി ഉണ്ണിക്കാനായിയാണ്. കലാം പാർക്കിൽ ശില്പം വെളിച്ചം കാണുമ്പോൾ മിഴിവേറുകയാണ് ഉണ്ണിക്കാനായുടെ ശില്പകലാ ജീവിതത്തിനും. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.